സംഘത്തിൻ്റെ 22ാമത് വാർഷികാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യമായി ഈശ്വരപ്രാർത്ഥന. ഈ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനും വാർഡ് മെമ്പറും അതിലുപരിയായിട്ട് ഈ സംഭാവന പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ രക്ഷാധികാരിയുമായ ശ്രീ വിഷ്ണുരാജ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീതാ നോബിൾ, അതോടൊപ്പം ഇവിടെ നന്ദി അർപ്പിക്കുന്ന നമ്മുടെ സംഘത്തിൻ്റെ സെക്രട്ടറി ടി വി പ്രസാദ്, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ, മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ യോഗത്തിൽ വന്നത്. കാരണം ഒരു മാസം മുമ്പ് തന്നെ വന്ന് ഇവരെന്നെ ക്ഷണിച്ചു. സമഭാവന എന്ന് പറഞ്ഞാൽ 22 വർഷം ആയി നമ്മുടെ സമഭാവനയുടെ പ്രവർത്തനവുമായി ഇവർ മുന്നോട്ട് പോകുന്നു. അതിൽ ഒരു 5 വർഷക്കാലത്തോളം ഇവരുടെ സേവനങ്ങൾ, വളരെ നല്ല രൂപത്തിലുള്ള സേവനങ്ങൾ എനിക്ക് ഈ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങളുമായും അതോടൊപ്പം കോവിഡ് ഇതുപോലുള്ള ഒരുപാട് മഹാമാരികൾ വന്ന സമയത്ത് ഈ തണ്ണിപ്പാറ വാർഡിനെ മാത്രമല്ല പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിനെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും അവരുടെ ശരീരം കൊണ്ടും അതോടൊപ്പം തന്നെ പണം കൊണ്ടും മറ്റെല്ലാ വിധത്തിലും സഹായിക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ഏറെ ബഹുമാനപ്പെട്ട സമഭാവനയുടെ സഹോദരന്മാരെ എല്ലാവരുമുണ്ട്. വിസിലടിക്കുമ്പോൾ മാത്രമേ വെറുക്കാൻ തുടങ്ങാവുള്ളൂ കേട്ടോ. വിസിലടിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ വെറുക്കാവുള്ളൂ. മിഠായി വർക്കിന്റെ അടുത്ത റീൽസ് നടത്തുകയാണ്. ഇതിൽ നിന്നും വിജയികളാകുന്ന 2 പേരെ, ഏറ്റവും കൂടുതൽ മിഠായി വർക്കിയ 2 പേരെ വെച്ചായിരിക്കും അവസാനം ഫൈനൽ മത്സരം നടത്തുക. ഓരോന്ന് വീതം പെട്ടെന്ന് പരിചയിടുക. വാരിയിടരുത്. വാരിയിടുന്നവർ മത്സരത്തിൽ നിന്നും അയോഗ്യരാകുന്നതാണ്. മഹാലക്ഷ്മി, അദ്രിത അജയ്, അക്ഷിത അജയ്, ശ്രേയ, ദർശിക വിഷ്ണു 5 കുട്ടികളാണ് മത്സരത്തിനുള്ളത്. മത്സരം ആരംഭിക്കും. കയ്യെടുത്ത് പ്രോത്സാഹിപ്പിക്കാം. ഓരോന്ന് പെറുക്കിയിടണം. വാരിയിടുന്നത് വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. 50 കുട്ടികൾ വാരിയിടുന്നുണ്ടോന്ന് ഓരോന്ന് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. 6 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കസേരകളി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കുക.
ജയ ജയ കേരളമേ ജയ ജയ നീയൻ മലനാടേ ജയ 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 കേരളമേ ജയ ജയ നീയൻ മലനാടേ നീലിമലയും മാമലയും നീരുറവൊഴുകും ചോലകളും നീലിമലയും മാമലയും നീരുറവൊഴുകും ചോലകളും ചാരുത പുണരും കാടുകളും കേരും നാടേ മലനാടേ ചാരുത പുണരും കാടുകളും കേരും നാടേ മലനാടേ ജയ 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 കേരളമേ ജയ ജയ നീയൻ മലനാടേ ജയ 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 കേരളമേ ജയ ജയ നീയൻ മലനാടേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടോ നീ എൻ്റെ മാനസം കണ്ടോ ഹൃദയത്തിനൽ താരൻ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി വാളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് കൈ ആദ്യം എവിടെ തൊടുന്നോ അവിടെ മാർക്ക് ചെയ്യുക. ചെസ് നമ്പർ 2 അതുല്യ രാജേഷ്, ചെസ് നമ്പർ 3 നിതിൻ രാജേഷ്. കൈകൊണ്ട് തപ്പി നോക്കി പൊട്ടുകുത്തരുത്. കൈ ആദ്യം എവിടെ കുത്തുന്നോ അവിടെ മാർക്ക് ചെയ്യുക. വാളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. Thank you.
22ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ നിമിഷം പ്രകൃതി ദുരന്തത്താലും പേമാരിയിലും ഉരുൾപൊട്ടലിലും മരണപ്പെട്ട വയനാട് പ്രദേശത്തെ മരിച്ചുപോയവരുടെ ആത്മാവിന് വേണ്ടി നാം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സംഭാവന പുരുഷ സ്വയം സഹായ സംഘം എന്ന ഒരാണുങ്ങളുടെ സ്വാശ്രയ സംഘം 22 വർഷം പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടാണ് പല ആൾക്കാരും കാണുന്നത്. ഞങ്ങളിത് ആദ്യം തുടങ്ങുമ്പോൾ വളരെ തുച്ഛമായ രീതിയിൽ ചെറിയ നിക്ഷേപം ഇട്ടുകൊണ്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇതിൽ നിരവധി ആൾക്കാർ വന്നും പോയും അതുപോലെ തന്നെ പുറത്തു നിൽക്കുന്നവരും വളരെ പുച്ഛത്തോടു കൂടി കണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഞ്ചായത്തിനോടനുബന്ധിച്ചുള്ള അതുപോലെ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളനുസരിച്ചുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ, പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധി മേഖലകളിൽ ഈ സ്വാശ്രയ സംഘത്തിന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കാലപ്പഴക്കം കൊണ്ട് അതിന്റെ പമ്പ് ഹൗസ് മുഴുവൻ ചോർന്നൊലിക്കുന്നു. അതോടൊപ്പം തന്നെ മോട്ടർ നിരന്തരം കേടാകുന്നു. ഒരു പ്രാവശ്യം അതൊന്ന് നന്നാക്കണമെങ്കിൽ ഏതാണ്ട് 25,000 രൂപ വരുന്നു. ഈ വർഷം തന്നെ ഇത് 3ാമത്തെ പ്രാവശ്യം നന്നാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ്. ഓണസമയത്ത് ഞങ്ങൾക്ക് വെള്ളമില്ലായിരുന്ന അവസ്ഥയുണ്ട്. അതിനെല്ലാം ഒരു മാറ്റം വരുത്താൻ നമ്മുടെ MLA അതിനുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ MLA ആയതിനു ശേഷം നിങ്ങളുടെ എല്ലാ വാർഷികത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 22 വർഷം ഒരു പുരുഷ സ്വയം സഹായ സംഘം ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ അവരവരുടെ കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അപൂർവമായ ഒരു മാതൃകയാണത്. നിങ്ങളുടെ 14 അംഗങ്ങളെയും ഈ നിയോജക മണ്ഡലത്തിന്റെ MLA എന്നുള്ള നിലയിൽ ഈ നാടിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി മുഴുവൻ പേർക്കും വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ തിരുവോണം കഴിഞ്ഞിട്ട് ഏതാനും നാളുകളായി. ഒപ്പം നിങ്ങളിവിടെ കാഴ്ചവെച്ച മാതൃകാപരമായ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ വിവിധ രംഗങ്ങളിൽ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ അടക്കം വിവിധ രംഗങ്ങളിൽ മികവ് നേടിയവരെ ആദരിക്കാനുള്ള ഒരു വലിയ കാഴ്ചപ്പാട്. ഏറ്റവും അഭിനന്ദനാർഹമായ ആ മാതൃകയെ പ്രശംസിക്കുകയും ഒപ്പം മികവ് തെളിയിച്ച ഓരോരുത്തരെയും നമ്മുടെ ഡോക്ടർമാര്, A+കാര്, മറ്റ് കായിക രംഗങ്ങളിൽ നേട്ടം കൈവരിച്ചവര് ഒക്കെ അടക്കം ഇവിടെ ആദരിക്കുന്ന എല്ലാ മിടുമിടുക്കരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയും അവർക്കൊക്കെ വലിയ നേട്ടങ്ങളും ഉയരങ്ങളും കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. സമഭാവന, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിലെ അങ്ങേയറ്റത്തെ തീവ്ര നിലപാടുകൾക്ക് അപ്പുറം ഒരു സമന്വയം, സമഭാവന എന്നുള്ളത് ഏറ്റവും നല്ല ഒരാശയവും നല്ല മാതൃകയുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളിലും ഇപ്പോൾ വല്ലാതെ അസന്തുലിതാവസ്ഥയും അസഹിഷ്ണുതയും ഒക്കെ ഉണ്ട്. അത് രാഷ്ട്രീയത്തിന്റെ പേരിലുണ്ട്, മതത്തിന്റെ പേരിലുണ്ട്, പിന്നെ മറ്റു പലതിൻ്റെയും പേരിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരു സമഭാവന ഉണ്ടാവേണ്ടത്, സമുന്നയം ഉണ്ടാവേണ്ടത്, സൗഹാർദ്ദം ഉണ്ടാവേണ്ടത്, സാഹോദര്യം ഉണ്ടാവേണ്ടത്, സന്മനസ്സുണ്ടാവേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള നല്ല പ്രയാണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കുടിവെള്ളം എന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള സമൂഹ കാര്യമാണ്. അപ്പോൾ ഒരേ സമയം സമൂഹത്തിന്റെ കാര്യങ്ങളും ഒരേ സമയം ഈ സംഘടനക്കകത്തുള്ള കാര്യങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിക്കുന്ന ആ വലിയ കാഴ്ചപ്പാട് ഏറ്റവും അഭിനന്ദനാർഹമാണ് എന്നൊരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നമ്മുടെ നാടിന്റെ നന്മ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും അതിനു മുമ്പ് നിരന്തരമായി പ്രിയപ്പെട്ട വാർഡ് മെമ്പർ വിഷ്ണു എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തണ്ണിപ്പാറ കുടിവെള്ള പദ്ധതിക്ക് പുതിയ മോട്ടറും പമ്പ് ഹൗസും സ്ഥാപിക്കാൻ പണം തരണം എന്നുള്ളത്. തീർച്ചയായിട്ടും മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിന്റെ ആവശ്യം, ഈ നാടിന്റെ ആവശ്യം എന്നുള്ള നിലയിൽ അതിനാവശ്യമായ 4 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്നതാണ് എന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ഞാനിവിടെ വന്നിരുന്നപ്പോൾ തന്നെ 2 സഹോദരിമാര് മുന്നോട്ട് വന്ന് അതിനൊരു നിവേദനം നൽകുകയുണ്ടായി. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമഭാവന പുരുഷ സംഘത്തിനും അതിന്റെ അംഗങ്ങൾക്കും അതിന്റെ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും
ഇതിന് പിന്തുണ നൽകുന്ന എല്ലാ നാട്ടുകാർക്കും അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ആദരണീയായ ജനപ്രതിനിധികൾക്കും അതിന് തുടക്കം കുറിക്കാൻ കാരണക്കാരനായ പ്രിയപ്പെട്ട നമ്മുടെ ജനനേതാവ് രമേശിനും എല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് സമഭാവന പുരുഷ സംഘത്തിന്റെ 22ാമത് വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. തണ്ണിപ്പാറ സമഭാവന പുരുഷ സംഘം തുടങ്ങിയിട്ട് 22 വർഷവും അതിൻ്റെ വാർഷികവും ഓണാഘോഷവും അതുപോലെ തന്നെ ഈ വാർഡിൽ നിന്ന് വന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് A+ മുതൽ MBBS വരെ നല്ല മാർക്കോടുകൂടി പാസ്സായവരെ ആദരിക്കുകയും ഒക്കെ ചെയ്ത ഈ പൊതുസമ്മേളനം സമഭാവന പുരുഷ സ്വാശ്രയ സംഘം നമ്മുടെ ഈ വാർഡിന് നല്ലൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ കുടുംബശ്രീ ഈ പ്രാവശ്യം മാലിന്യമുക്ത പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടൊന്നും ഒരു വാർഡ് പോലും ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് എനിക്ക് അറിയത്തില്ല. എന്നാൽ സമഭാവന പുരുഷ സ്വാശ്രയ സംഘം ഒരു 3 പ്രാവശ്യം മറ്റോ ഒരു വാർഡിൻ്റെ ഓട റോഡ് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുടുംബശ്രീയിൽ നടക്കാത്ത കാര്യങ്ങൾ സമഭാവന പുരുഷ സ്വാശ്രയ സംഘം ചെയ്തതിലും ഞാൻ അവരോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for
for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No I'm not giving up, no I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ഇരുപത്തിരണ്ടാമത് വാർഷിക പൊതുസമ്മേളനം ഇന്ന് ഈ വേദിയിൽ വെച്ച് നടക്കുകയായിരുന്നു. അതിൻ്റെ മത്സര ഇനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നതാണ്. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഗീതാ നോവലിന് ആദ്യം തന്നെ സംഘത്തിൻ്റെ പേരിൽ ഒപ്പം വ്യക്തിപരമായിട്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആഘോഷ കമ്മിറ്റി കൺവീനറായിട്ടുള്ള TS ബിനു, സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്നു. സംഘത്തിന് വേണ്ടി വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന TS ബിനുവിന് ഇന്നത്തെ യോഗത്തിൽ നന്ദി രേഖപ്പെടുന്നു. അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KB പ്രദീപ് കുമാർ സംഘത്തിൻ്റെ നല്ല നടപ്പിനായി എല്ലാവിധ നിർദ്ദേശങ്ങളും തന്ന് സംഘത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന KB പ്രദീപ് കുമാറിന് ഇന്നത്തെ ഈ യോഗത്തിലും ഈ സമ്മേളനം വിജയിപ്പിക്കാനായി അശ്രാന്ത പരിശ്രമം നടത്തിയതിന് ഈ സംഘത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ ചെറിയൊരു പ്രസ്ഥാനത്തെ അതിൻ്റെ എന്ത് പരിപാടികൾ വിളിച്ചാലും ഓടിയെത്തുന്ന നമ്മുടെ MLA ശ്രീ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ ഇന്ന് ഈ വേദിയിലും എത്തിച്ചേർന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിനും ഈ സംഘത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
മനസ്സുമയങ്ങിയാലെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ It's
ബ്ലോക്ക്ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. റാണി റൈസ് ആൻഡ് ഫ്ലേവേഴ്സ്. രുചിച്ചു തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ. ലിതൻസ്, അണമുറിയാത്ത ജലപ്രവാഹം. പമ്പ്സ് ആൻഡ് മോട്ടോഴ്സ്, പ്ലോട്ട് സ്വിച്ചസ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് വാൽവ്സ്. ലിതൻസ്.